ഹായ് ഹലോ. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത് അറിയോ? എൻ്റെ അമ്മയുടെ വീട്ടിൽ കേട്ടോ. ഞങ്ങളൊരു വൈകുന്നേരമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇരുട്ടായിട്ട് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഇതായിട്ട് എൻ്റെ അമ്മയുടെ വീട്. ഞങ്ങൾ എന്തിനാ പോയിച്ചാൽ വൈകുന്നൂടെ വരല്ലേ. അപ്പോൾ അതിന് തലേദിവസം ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് പരിപാടി ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പോയത്. അവിടെ നിന്ന് വരവുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ചായ കുടിച്ച് ഞങ്ങളങ്ങനെ പൂരത്തിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി. അപ്പോൾ ഇതാണ് 2 കമ്മിറ്റി ആയിട്ടുള്ളത്. ഇവിടെ ഇതാണ് ഒരു കമ്മിറ്റി. ഇനി മേലെ ഒരു കമ്മിറ്റി ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ താഴത്ത് ഇവിടെ ഒരു കാളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സ്റ്റേജൊക്കെ ഉണ്ട്. അങ്ങനെ സ്റ്റേജിൻ്റെ മുകളിൽ ആദ്യം ഒരു ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നേ. അപ്പോൾ പിന്നെ വരവൊക്കെ വന്നു. അവിടേക്കുള്ള വരവാട്ടത്, താഴത്തേക്കുള്ളത്. അവിടെ കൊട്ട് മാത്രമേ ഉണ്ടായിരുന്നു, തമ്പോലല്ലേ, അങ്ങനെ അതിൻ്റെ കൊട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവിടെ പിന്നെ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു താഴത്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരുടെ വരവാട്ടപ്പോൾ രണ്ടാമത് കണ്ടത് തമ്പോലും പിന്നെ കുറച്ച് വേഷങ്ങളായിട്ടുള്ള ഒരു ടീമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവർ പോയതിൻ്റെ പിന്നാലെ തന്നെ ഞങ്ങളും അവർ പിന്നാലെ പോയി. പിന്നെ പതിവ് പോലെ ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടോ. ഇതൊട്ടെ മേലത്തെ അമ്പലം, ഇത് വൈരങ്ങോട് അമ്മയുടെ ഒരു പ്രതിഷ്ഠ തന്നെയാണ് കേട്ടോ. അങ്ങനെ ആ വരവ് ഇങ്ങോട്ടോ വരിക. അത് അവിടെ കാളുണ്ടോ, വലിയ കാളട്ടോ, നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതിൻ്റെ തല നല്ല വലിപ്പമുണ്ടാകുന്ന നല്ല വലിപ്പമുണ്ട്. നമ്മളെയും കാട്ടി ഒരാളെയും കാട്ടി ഉയരുണ്ട് അതിൻ്റെ കൊമ്പന്നെ. പിന്നെ ആ വരവിൽ അങ്ങോട്ട് വന്നു. ഇവിടെ ഒരു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കളി കാണാൻ അവരുടെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ അമ്മമ്മ ഒരു തത്തമ്മേനെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുവിന്. പിന്നെ ഞങ്ങൾ അടുത്ത ദിവസം വീണ്ടും അങ്ങോട്ട് തന്നെ ചെന്നു. എന്താ വെച്ചാൽ 10 മണിയൊക്കെ ആകുമ്പോൾ ഈ വരവുകളൊക്കെ വരങ്ങോട്ടേക്ക് പോകും കേട്ടോ. അപ്പോൾ ആദ്യത്തെ കമ്മിറ്റിയുടെ വരവാണ് ഈ പോണത്. ഇത് പോയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് അടുത്ത വരവ് പോകുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മേലത്തെ വരവും വന്നു കേട്ടോ. ആദ്യം ഒരൊറ്റ കമ്മിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 കൊല്ലമായിട്ടാണ് ഇങ്ങനെ 2 കമ്മിറ്റിയായിട്ട് ഒരു പോകുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കമ്മിറ്റിയുടെ വരവാണ് ഈ പോണത്. ഇത് കണ്ടോ, വലിയ കാളാണ് കേട്ടോ. അതിൽ കൊമ്പൊക്കെ ഊരി വെച്ചിരിക്കുകയാണ്. കാരണം ലൈൻ കമ്പിയുമൊക്കെ തട്ടിയിട്ട് പല അപകടങ്ങളും സംഭവിക്കുന്നില്ല. കാരണം കൊമ്പൊക്കെ ഊരി വെച്ചു. പക്ഷേ കറണ്ടൊക്കെ ഓഫാക്കിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അനിയൻ വന്ന് എൻ്റെ കുഞ്ഞുവിനെ എടുത്തുകൊണ്ട് പോയി കാളേനെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് ഈ 10 മണിക്ക് പോയ വരവുകളൊക്കെ ഇനി വൈരങ്ങോട് പുലർച്ചെ 2 മണി 3 മണിയൊക്കെ ഇട്ടിട്ട് എത്തുള്ളൂ. ഞങ്ങൾ വൈരങ്ങോട്ടേക്കൊന്നും പോകാറില്ല, കാരണം ദൂരമാണ്, തിരക്കുമാണ്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാറില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ പകൽ, അല്ലാതെ പോയിട്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.